നമുക്കൊപ്പം ഇപ്പോൾ അതിഥി സ്പൈസ് ജെറ്റ് ക്യാപ്റ്റൻ വിമൽ അതിഥിയായി ചേരുന്നുണ്ട്. വിമൽ, ഗുഡ് മോർണിംഗ്. വിമൽ, ഈ അപകടം ഇന്നലെ മുതൽ തന്നെ പല ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട്, പിൻഭാഗത്തെ ബ്ലാക്ക് ബോക്സ് ആണ്, ഒന്നുകൂടി കണ്ടെത്തേണ്ടതുണ്ടെന്ന് അറിയുന്നു. ഇതിൻ്റെ ഇപ്പോൾ വിമലിനെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ 32 സെക്കൻഡിനുള്ളിൽ, അതായത് അര മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു സംഭവം മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. വിമാനം താഴേക്ക് യാത്രാ വിമാനം തകർന്നു വീണിട്ടുണ്ട്. ആ 32 സെക്കൻഡിൽ എന്ത് സംഭവിച്ചു എന്നാണ് നമുക്കറിയേണ്ടത്. പലതരത്തിലുള്ള നിഗമനങ്ങളുണ്ട്. യന്ത്ര തകരാറാകാം, അപ്പോഴും ഇരട്ട എഞ്ചിനുകൾ ഫെയിലിയർ ഉണ്ടാകുമോ എന്ന സംശയമുണ്ട്. പക്ഷികൾ ഇടിച്ചതാകാം. അവിടെയും ഇത്രയും താഴ്ന്ന് പറക്കുമ്പോൾ 625 അടിയാണ് അവിടെ പക്ഷികൾ വന്നിടിച്ചാലും 2 എഞ്ചിനുകളും തകരാറിലാകുമോ? ഇനി ഹ്യൂമൻ എറർ ആണോ? അങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട് വിമൽ. ഇതിപ്പോ നമ്മുടെ മുമ്പിൽ സ്പെക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ അല്ലെങ്കിൽ മറ്റ് എവിഡൻസുകളൊന്നും തന്നെ കൃത്യമായൊരു സൂചന തരുന്നില്ല. പിന്നെ ഇതില് കിട്ടിയ അറിവുകൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിന് 2 പോസിബിലിറ്റിയാണുള്ളത്. ഒന്നൊരു ഫ്ലൈറ്റ് കൺട്രോൾ മാൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഓർമ്മയുണ്ടാവും 737 മാക്സിന്റെ 2 ക്രാഷ് ഉണ്ടായത് അതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. പക്ഷെ മാക്സിന്റെ എഞ്ചിൻ അല്ലല്ലോ ഇതിന്, ആണോ? എഞ്ചിന്റെ കാര്യമല്ല, ഞാൻ ഫ്ലൈറ്റ് കൺട്രോളിന്റെ കാര്യമാണ് പറയുന്നത്. ഒരു പോസിബിലിറ്റി അതാണ്, ഫ്ലൈറ്റ് കൺട്രോൾ മാൽ ഫംഗ്ഷൻ. പ്ലെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായി, അങ്ങനെ ക്രാഷ് ആയതാവാം. അതൊരു പോസിബിലിറ്റി. രണ്ടാമത്തെ പോസിബിലിറ്റി ആണ് ലോസ് ഓഫ് ത്രസ്റ്റ്, എഞ്ചിൻ പ്രോബ്ലംസ്. ഈ പൈലറ്റ് ATC കൊടുത്ത ഇൻഫർമേഷൻ ന്യൂസുകളിൽ കാണുന്നത് നോ ത്രസ്റ്റ് എന്നൊരു ഇൻഫർമേഷൻ ആണ്, ഒരു മെസ്സേജ് ആണ്. അതാണ് കേസെങ്കിൽ ഒന്നുകിൽ 2 ഫെയിൽ ആയതാവാം. അതിന് പല കാരണങ്ങളുണ്ടാവാം. ഒന്നുകിൽ ടെക്നിക്കൽ പ്രോബ്ലംസ് ആവാം, അല്ലെങ്കിൽ ഒരു ബേർഡ് സ്ട്രൈക്ക് ആവാം. 2 എഞ്ചിന് ഒരുമിച്ച് ഫെയിൽ ആവുക എന്ന് പറയുന്നത് വളരെ വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാധ്യത വളരെ കുറവാണ്. പിന്നെ ബേർഡ് സ്ട്രൈക്ക് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പുകയോ തീയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ വീഡിയോയിൽ കാണേണ്ടതാണ്. അതും കാണുന്നില്ല. ദൃശ്യങ്ങൾ കാണുമ്പോൾ വിമൽ പറഞ്ഞതുപോലെ ഇപ്പൊ ബോർഡ് ഹിറ്റ് ആണെങ്കിൽ പോലും ഈ ഡ്രീം ലൈനറിനെ പറ്റി വായിക്കുമ്പോൾ അതിന്റെ ഒരു സേഫ്റ്റി സ്പെഷ്യാലിറ്റീസിനെ പറ്റി വായിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഭാഗത്ത് പക്ഷി വന്നിടിച്ചാലും അല്ലെങ്കിൽ ഒരു പക്ഷി വന്നിടിച്ചാലൊക്കെ ഇത്രയും ഒരു തകരാറുണ്ടാവോ? ഇല്ല, ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 എഞ്ചിനും ഒരുമിച്ച് ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ആ വീഡിയോ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൽ വളരെ അൺയൂഷ്വൽ ആയിട്ട് തോന്നുന്ന ഒരു കാര്യം, പ്ലെയിനിന്റെ ലാൻഡിംഗ് ഗിയർ ഡൗൺ ആണ്. എന്ന് വെച്ചാൽ അത് റിട്രാക്ട് ചെയ്തിട്ടില്ല, മടക്കിയിട്ടില്ല. അത് വളരെ അൺയൂഷ്വലാണ്. കാരണം നോർമൽ ഒരു ടേക്ക് ഓഫിൽ പ്ലെയിൻ റൺവേയിൽ നിന്ന് ഉയർന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ലാൻഡിംഗ് ഗിയർ റിട്രാക്ട് ചെയ്യുക എന്നുള്ളത്. കാരണം ലാൻഡിംഗ് ഗിയർ റിട്രാക്ട് ചെയ്തില്ലെങ്കിൽ ഒരു പ്ലെയിനിനെ നോർമലായിട്ട് ക്ലൈംബ് ചെയ്യാൻ പറ്റില്ല, ഈവൻ വിത്ത് ബോത്ത് എഞ്ചിൻസ്. അപ്പോൾ ഒരു സിംഗിൾ എഞ്ചിൻ ഫെയിലിയർ എന്തെങ്കിലും കാരണവശാൽ ആ പ്ലെയിനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ലാൻഡിംഗ് ഗിയർ താഴ്ന്നിരിക്കുന്നത് മൂലം അതിന് ക്ലൈംബ് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ക്രാഷ് ആവേണ്ട കാര്യമില്ല. ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. അപ്പൊ ലാൻഡിംഗ് ഗിയർ ഇപ്പം അത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ പലരും പറയുന്നുണ്ട്, ഈ ഉയർന്ന് കിടക്കുന്ന സമയത്ത് ലാൻഡിംഗ് ഗിയർ എങ്ങനെ താഴ്ന്ന നിലയിൽ എങ്ങനെയാണ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പൊ വിമലും അത് ചൂണ്ടിക്കാണിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും അതിന് മറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ലേ? നോർമലി ഒരു ടേക്ക് ഓഫിൽ ഞാൻ പറഞ്ഞ പോലെ പ്ലെയിൻ ലിഫ്റ്റ് ഓഫ് ചെയ്താൽ അപ്പൊ തന്നെ അത് ഉയർത്തേണ്ടതാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല, അവരത് ഉയർത്തിയിട്ടില്ല. അപ്പൊ അതിനുശേഷമോ അതിന് തൊട്ടു മുമ്പോ ആണ് ഒരു എഞ്ചിൻ ഫെയിലിയർ ഉണ്ടായെങ്കിൽ ഒരു എഞ്ചിൻ വെച്ച് ലാൻഡിംഗ് ഗിയറുമായിട്ട് ഫ്ലൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നോർമലി ഒരു 3000-4000 അടി വരെ പ്ലെയിനിന് ഉയരാൻ പറ്റും, എന്നിട്ട് സേഫായിട്ട് തിരിച്ചു വന്ന് ലാൻഡ് ചെയ്യാനും പറ്റും. പക്ഷേ ഈ കേസിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ടാകും. ഒന്ന്, ഇത് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ ഫുൾ ലോഡിലാണ് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നത്. എന്തോ 50-60 ടൺ ഫ്യൂവൽ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത്. പിന്നെ അഹമ്മദാബാദിൽ ഇപ്പോൾ വേനൽക്കാലമാണ്, അവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ 40-42 ഡിഗ്രി സെൽഷ്യസ് വരെ വരും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറും കുറവായിരിക്കും, പ്ലെയിനുകൾക്ക് പറക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ എല്ലാ ഫാക്ടേഴ്സും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ സംഭവിച്ചതാവാം ഇത്. ഇപ്പൊ ഞാൻ ഫ്ലൈ ചെയ്യുന്നത് ബോയിങ് 737 എയർക്രാഫ്റ്റ് ആണ്. അതിന് സിംഗിൾ എഞ്ചിനിൽ മാക്സിമം 20,000 അടി വരെ പറക്കാൻ പറ്റും. പക്ഷേ ലാൻഡിംഗ് ഡൗൺ ആണെങ്കിൽ 4,000 അടി വരെ പറ്റും. അപ്പൊ അത്രയും വ്യത്യാസമുണ്ട്. ഇങ്ങനെയൊരു ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ലാൻഡിംഗ് ഗിയറിന്റെ പ്രശ്നമാണെങ്കിൽ അപ്പം ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ലാൻഡ് ചെയ്യാൻ പൈലറ്റ് ശ്രമിച്ചു എന്ന് തോന്നുന്നുണ്ടോ വിമലിന്, ആ പ്രശ്നം ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം? ഇല്ല, തോന്നുന്നില്ല. കാരണം അതിന് മാത്രമുള്ള സമയം കിട്ടിയിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ 30-32 സെക്കൻഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ടേക്ക് ഓഫ് കഴിഞ്ഞ ഉടനെ തന്നെ എന്തോ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. അതിനിടയിൽ ഒരുപക്ഷെ അവർക്ക് ലാൻഡിംഗ് ഗിയർ ട്രാക്ക് ചെയ്യാൻ പറ്റാതെ പോയതാവാം, അല്ലെങ്കിൽ സമയം കിട്ടാത്തതാവാം. കാരണം പൈലറ്റ് മേഡേ കോൾ കൊടുത്തു എന്നാണ് ന്യൂസിലൊക്കെ കാണുന്നത്. മേഡേ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഡേഞ്ചർ, ക്രാഷ് ചെയ്യാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം.
അതായത് ആ മേഡേ കോളിന് റെസ്പോൺസ് കൊടുത്തു, അതിന് റിപ്ലൈ അത്രയും ടൈമിനുള്ളിൽ തന്നെ എല്ലാം കഴിഞ്ഞു. നമ്മൾ ആ ടൈം ലൈൻ പറയുമ്പോഴാണ് പറയുന്നത് 1:38 ടേക്ക് ഓഫ്, 1:39 മേഡേ കോൾ, 39 തന്നെ വിമാനം തകർന്നു. അപ്പൊ ടൈം ATCക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ടൈം കൂടി കിട്ടിയിട്ടില്ല. ഇപ്പൊ ഒരു നോർമൽ എഞ്ചിൻ ഫെയിലിയർ മാത്രമാണെങ്കിൽ മേഡേ കോൾ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊരു നോർമൽ കേസാണ്. സിംഗിൾ എഞ്ചിൻ വെച്ച് സേഫ് ആയിട്ട് പ്ലെയിൻ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യാം. മേഡേ കോൾ അല്ല, അതിന് വേറൊരു കോളാണ് കൊടുക്കുന്നത്, പാൻ എന്നൊരു കോളാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ എയർക്രാഫ്റ്റിന് ഒരു മേജർ പ്രശ്നമുണ്ട്, പക്ഷേ ഞങ്ങളത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുഴപ്പമില്ല എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ ഇവിടെ പൈലറ്റ് കൊടുത്തിരിക്കുന്ന മേഡേ കോളാണ്. മീൻസ് ഇത് ഇമ്മീഡിയറ്റ് ഡേഞ്ചർ ആണ്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ക്രാഷ് ആവാൻ പോവുകയാണ് എന്നാണ് പൈലറ്റ് ഇൻഫോം ചെയ്തിരിക്കുന്നത്. വിമൽ, അതേപോലെ ഈ ഒരു ഹൈഡ്രോളിക് സംവിധാനത്തിൽ പിഴവുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടാകുമോ? ഹൈഡ്രോളിക് സംവിധാനത്തിൽ പിഴവുണ്ടാകാൻ സാധ്യത ഉണ്ട്, ലാൻഡിംഗ് ഗിയർ ഉയർത്താത്തത് കൊണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ എഞ്ചിൻ ഫെയിലിയർ കൂടെ ഉണ്ടാകാൻ ഉള്ള ചാൻസ് വളരെ കുറവാണ്. രണ്ട് ഫെയിലിയർ, പരസ്പര ബന്ധമില്ലാത്ത രണ്ട് ഫെയിലിയർ ഒരുമിച്ചുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. വിമൽ, ഇപ്പം ഈ 2 എഞ്ചിൻ ഫെയിലിയർ റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് എന്ന് പറയുന്നു, അസാധാരണങ്ങളിൽ അസാധാരണം. ഇപ്പോൾ ഒരു എഞ്ചിൻ ഫെയിലിയർ ആയാൽ പോലും ഈ ഡ്രീം ലൈനറിന് മറ്റ് എഞ്ചിൻ വെച്ചിട്ട് 300-ലധികം കിലോമീറ്റർ പറക്കാൻ കഴിയുമെന്ന് പറയാം. അപ്പം അതാണ് സംശയം ഉണ്ടാക്കുന്നത് വിമൽ. ഒരു എഞ്ചിൻ വെച്ച് ഡ്രീം ലൈനർ മാത്രമല്ല, ട്വിൻ എഞ്ചിനുള്ള എല്ലാ എയർക്രാഫ്റ്റിനും ഒരു എഞ്ചിൻ വെച്ച് ഫ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോയിങ് 737 ആണെങ്കിൽ അതിന് 20,000 അടി വരെ ക്ലൈം ചെയ്യാനും 1 മണിക്കൂർ 1.5 മണിക്കൂർ വരെ ഫ്ലൈ ചെയ്യാനും പറ്റും ഒറ്റ എഞ്ചിനിൽ. എല്ലാ പ്ലെയിനുകൾക്കും സാധിക്കുന്നതാണ്. ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ 2 എഞ്ചിനും എന്തോ തകരാറുണ്ട്, അല്ലെങ്കിൽ ഒരു എഞ്ചിനും പിന്നെ ഈ ലാൻഡിംഗ് ഗിയർ ചേർന്നിട്ടുള്ള പ്രശ്നം കൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചത്. ഈ ഫ്ലാപ്പ്, ഈ വീഡിയോയിൽ ഫ്ലാപ്പ് ശ്രദ്ധിച്ചിരുന്നോ വിമൽ? ഈ ഫ്ലാപ്പുമായി ബന്ധപ്പെട്ട് ഈ വിദഗ്ധർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫ്ലാപ്പ് സജ്ജീകരിക്കുന്നതിൽ ചില മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഫ്ലാപ്പ് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ടേക്ക് ഓഫിന് വേണ്ടി നമ്മൾ പവർ കൂട്ടുന്ന സമയത്ത് തന്നെ ഒരു വാണിംഗ് വരും. വിഷ്വൽ വാണിംഗും ഓഡിയോ വാണിംഗും ഉണ്ട്. പ്ലെയിൻ നീങ്ങി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ വാണിംഗ് കിട്ടും. അപ്പോൾ തന്നെ പ്ലെയിൻ റിജക്ട് ചെയ്യും, ടേക്ക് ഓഫ് റിജക്ട് ചെയ്യും. അതുള്ള സിമ്പിൾ പ്രൊസീജിയറാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഫ്ലാപ്പ് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലെയിൻ ഇതുപോലെ ആയിരിക്കില്ല ക്ലൈം ചെയ്യുന്നത്. ഇതിൽ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് നോർമലായിട്ട് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നു, പിന്നെ ഒരു 500-600 അടി എത്തുമ്പോൾ അത് ലെവലായിട്ട് പിന്നെ താഴോട്ട് വരും. അങ്ങനെയാണ് കാണുന്നത്. ഫ്ലാപ്പ് സെലക്ട് ചെയ്യാത്തതാണെങ്കിൽ ഇത് ക്ലൈംബ് ചെയ്യുന്നതേ വളരെ സ്ലോ ആയിട്ടായിരിക്കും. ചിലപ്പോൾ ക്ലൈംബ് ചെയ്തില്ല എന്ന് തന്നെ വരും. ക്ലൈംബ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ റേറ്റിൽ തന്നെ അത് ക്ലൈംബ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് താഴോട്ട് വരേണ്ട കാര്യമില്ല, ഫ്ലാപ്പ് സെലക്ട് ചെയ്യാൻ മറന്നുപോയതാണെങ്കിൽ. വിമൽ, ഇപ്പം ഈ ഇതിൽ പറയുന്നൊരു കാര്യം, ഈ ഇതിൻ്റെ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പം ഒരാൾ മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്. എമർജൻസി എക്സിറ്റ് വഴി ആണ് രക്ഷപ്പെട്ടത്. കൃത്യമായി ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു ഇത് വന്നിട്ടില്ല. നമ്മൾ ആശുപത്രിയിലാണ് അദ്ദേഹം. ഈ 11A എന്നുള്ള സീറ്റ് നോക്കുമ്പോൾ അത് എമർജൻസി എക്സിറ്റ് വളരെ അടുത്താണ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ. എങ്ങനെ ഈ 32 സെക്കൻഡ് ആണല്ലോ ആകെ ഉണ്ടായത്. റിഫ്ലെക്സ് ആക്ഷൻ ആണോ, ഇതിലൂടെ ഈ ഒരു പക്ഷെ തെറിച്ചു വീണതാവാനാണോ സാധ്യത കൂടുതൽ? എന്താണ് വിമലിന് തോന്നുന്നത്? തെറിച്ച് വീഴുന്നതാവാൻ സാധ്യതയില്ല. പ്ലെയിനിൽ തന്നെ സീറ്റോട് കൂടി തന്നെ ആയിരുന്നിരിക്കണം അദ്ദേഹം ഇരുന്നത്. പിന്നീടായിരിക്കണം ഇറങ്ങി രക്ഷപ്പെടാൻ പറ്റിയത്. തെറിച്ച് വീണാൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഉയരത്തിൽ നിന്നാണ് വീഴുന്നത്, പിന്നെ തീ ഉണ്ടാവും. ഇത് എങ്ങനെയോ നമുക്കറിയില്ല. ശരി. ഇപ്പം ഈ പറയുന്ന സമയത്ത് നേരത്തെ വിമൽ ചൂണ്ടിക്കാണിച്ചു ഇന്ധനത്തിനെ പറ്റി. ഈ സമയത്ത് 1.25 ലക്ഷം ലിറ്റർ ഇന്ധനം ഉണ്ടായിരുന്നു ഈ വിമാനത്തിൽ എന്നുള്ളതാണ്. അത് ഇതിന്റെ ഒരു ആഘാതം കൂട്ടിക്കാണും അല്ലേ? നിയന്ത്രിക്കുന്നതിലും പ്രയാസം ഉണ്ടായി കാണും. തീർച്ചയായിട്ടും. കാരണം ഇതൊരു ലോങ് ഫ്ലൈറ്റ് ആണ്. ഓൾമോസ്റ്റ് ഫുൾ ടാങ്ക് ഫ്യൂൽ ഉണ്ടായിരുന്നു തോന്നുന്നത്. ഒരു 60 ടൺ ഫ്യൂലിംഗ് ഉണ്ടാവും. 787 മാക്സിമം കപ്പാസിറ്റി 95 ടണ്ണോ മറ്റോ ആണ്. അപ്പോൾ ഇത്രയും ഫ്യൂലുമായിട്ട് പോകുമ്പോൾ ടേക്ക് ഓഫ് വെയിറ്റ് വളരെ കൂടുതലായിരിക്കും. പിന്നെ ക്രാഷ് ഉണ്ടായാൽ ഈ ഇത്രയും 60 ടൺ ഫ്യൂൽ കത്തുമ്പോഴുള്ള എഫക്റ്റും വളരെ കൂടുതലായിരിക്കും. വിമൽ, അതേപോലെ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ ലാൻഡിംഗ് ഗിയർ താഴ്ന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഈ എഞ്ചിൻ ട്രസ്റ്റ് നഷ്ടപ്പെട്ടത് മനസ്സിലാക്കി ലാൻഡിംഗ് ഗിയർ ഉയർത്താതിരുന്നതായിരിക്കും. അതായത് ക്രാഷ് ലാൻഡ് ചെയ്താൽ ഈ ഒരു ആഘാതം കുറയുമെന്നൊരു നിഗമനത്തിലായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അതിന് സാധ്യതയുണ്ടോ? ഇല്ല. ഒരു എഞ്ചിൻ ഫെയിൽ ആയാൽ ഉടനെ ചെയ്യേണ്ട കാര്യമാണ് ലാൻഡിംഗ് ഗിയർ ഉയർത്തുക എന്നുള്ളത്. കാരണം ഇല്ലെങ്കിൽ പ്ലെയിനിന് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് തന്നെ ഇതാണ്. ഒരു എഞ്ചിൻ ഫെയിൽ ആയാൽ ലാൻഡിംഗ് ഗിയർ എന്തായാലും ഉയർത്തിയിരിക്കണം. വിമൽ, ഒരു കാര്യം, ഇപ്പം വിമൽ നേരത്തെ പറഞ്ഞു ഈ മേഡേ കോൾ വന്നു എന്ന ATCയും അതോടൊപ്പം തന്നെ എയർ ഇന്ത്യയും ബോയിങ്ങും ഒക്കെ സ്ഥിരീകരിക്കുന്നു. അപ്പം മേഡേ കോൾ, ഇപ്പം നേരത്തെ വിമൽ പറഞ്ഞപ്പോഴാണ് ഈ മേഡേ കോളിൻ്റെ ഒരു
സവിശേഷത അറിയുന്നത്? അതല്ലാതെയും ഇപ്പം എഞ്ചിൻ ഫെയിലിയർ ഉണ്ടെങ്കിൽ ഡിസ്ട്രസ് കോൾ വേറെ രീതിയിലാണോ നൽകേണ്ടത് പൈലറ്റ്? അതെ അതെ, നമുക്കിപ്പോ പ്ലെയിനിന്റെ ഒരു എഞ്ചിൻ ഫെയിലായി, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്ലെയിൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഫ്ലൈ ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ കൊടുക്കുന്ന കോൾ പാൻ എന്നാണ്. 3 പ്രാവശ്യം പാൻ എന്ന് പറയും. എന്ന് വെച്ചാൽ പ്ലെയിനിൽ ഒരു എമർജൻസി ഉണ്ട്, ഒരു സീരിയസ് പ്രശ്നമാണ്, പക്ഷെ ഞങ്ങളത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുഴപ്പമില്ല, ഞങ്ങൾ തിരിച്ചു വിളിക്കാം, ഇതാണ് അതിന്റെ അർത്ഥം. അതേസമയം മീഡിയ കൊടുക്കുന്നത് വളരെ റയർ ആയിട്ടാണ്. ഇപ്പൊ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ തീ പിടിച്ചു, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ലാൻഡ് ചെയ്യണം, വേറെ ഒരു ഓപ്ഷനും ഇല്ല, അല്ലെങ്കിൽ ക്രാഷ് ലാൻഡ് ചെയ്യണം, അതാണെങ്കിൽ മീഡിയ കോൾ കൊടുക്കും. പിന്നെ കൊടുക്കുന്നത് 2 എഞ്ചിൻ ഫെയിൽ ആയാൽ കൊടുക്കും, കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മൂന്നാമത്തത് ഫ്ലൈറ്റ് കൺട്രോൾ പ്രോബ്ലംസ്, പ്ലെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പ്ലെയിൻ അൺകൺട്രോളബിൾ ആയിട്ട് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് തിരിയുന്നു, അല്ലെങ്കിൽ മുകളിലേക്കും താഴേക്കും പോകുന്നു. ഇങ്ങനെയുള്ള വളരെ റെയർ ആയിട്ടുള്ള കേസുകളിൽ മാത്രമേ മീഡിയ കോൾ കൊടുക്കാറുള്ളൂ. ശരി വിമൽ, ഇപ്പം വിമലിന്റെ ഇപ്പം ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും പറയുന്നുണ്ട്. ഇപ്പം ഈ പറയുന്ന ഇപ്പം ഇവിടേക്ക് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഞങ്ങളുടെ റിപ്പോർട്ടർമാരൊക്കെ പോയിരുന്നു. അപ്പോൾ രാവിലെ മുതൽ അവർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അവിടെ ഈ പക്ഷികളുണ്ട്, കൂട്ടമാടയുണ്ട്. ഈ പക്ഷികളൊക്കെ മാറ്റാൻ വേണ്ടി അവിടെ ചെറിയ ചെറിയ പടക്കമൊക്കെ പൊട്ടിച്ച് അതിനെ മാറ്റുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ബേർഡ് ഇഷ്യൂ ഉണ്ട്. പക്ഷേ ഈ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഹിറ്റ് നടന്നു എന്ന് തോന്നുന്നുണ്ടോ വിമലിന്? ഇല്ല, തോന്നുന്നില്ല. ഒന്നാമത് ആ വീഡിയോ അത്ര ക്ലിയർ അല്ല, എന്നാലും കണ്ടത് വെച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ഒരു സീരിയസ് ബേർഡ് ഹിറ്റ് ആണെങ്കിൽ എന്തായാലും എഞ്ചിനിൽ നിന്ന് പുകയുണ്ടാവും. പിന്നെ കൂട്ടമായിട്ട് ബേർഡ്സ് വന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമുള്ളൂ. 1-2 പക്ഷി ഇടിച്ചു എന്ന് വെച്ച് ഇങ്ങനെ 2 എഞ്ചിൻ ഫെയിൽ ആവേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ നേരത്തെ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു റിപ്പോർട്ട്സും വന്നിട്ടില്ല. പിന്നെ പക്ഷികളുടെ പ്രശ്നം ഇന്ത്യൻ എയർപോർട്ടുകളിൽ എല്ലായിടത്തും തന്നെ ഉണ്ട്. കൊച്ചിയും തിരുവനന്തപുരം ഉൾപ്പെടെ എല്ലായിടത്തും പക്ഷികളുടെ പ്രശ്നമുണ്ട്. അപ്പൊ അത് ആവാം ഒരു ഫാക്ടർ, നമുക്ക് അറിയില്ല. ഇതിപ്പോ എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ. ബ്ലാക്ക് ബോക്സ് കിട്ടിയെന്ന് പറയുന്നു. ഇതിൽ 2 ബ്ലാക്ക് ബോക്സിൽ 2 ഡിവൈസുകളാണുള്ളത്. ഒന്ന് PVR കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, രണ്ടാമത്തത് DFDR ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ. അപ്പോ ഇത് രണ്ടും ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടണം എന്താണ് സംഭവിച്ചത്. ശരി വിമൽ, വളരെയധികം നന്ദി സംസാരിച്ചതിൽ. ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി വിമൽ.